ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം, നാളെ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണല്ലേ. അപ്പോൾ സ്കൂളുകളിലും മറ്റും ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ആ ക്വിസ് മത്സരങ്ങളിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ അത് പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി 2-3 വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇനിയും കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഇനി സമയം കളയേണ്ട, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നോക്കിക്കോളൂ, ഏപ്രിൽ 22. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22-നാണ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം വേപ്പ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? വേപ്പാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. അടുത്ത ചോദ്യം, മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ആന. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആനയാണ്. അടുത്ത ചോദ്യം, പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. നാഗാർജുന സാഗർ ടൈഗർ റിസർവ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. ഇതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം? ഉത്തരം നിശബ്ദ വസന്തം. സൈലന്റ് സ്പ്രിംഗ്. നിശബ്ദ വസന്തമാണ് റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ, സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം പ്രാവ്. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷിയാണ് പ്രാവ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അണ്ണാമലൈ കുന്നുകളിൽ. തമിഴ്നാട്ടിലെ അണ്ണാമലൈ കുന്നുകളിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അണ്ണാമലൈ കുന്നുകളിൽ, തമിഴ്നാട്ടിൽ. അടുത്ത ചോദ്യം. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടനാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേത്? കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എന്ന ആത്മകഥ ആരുടേത്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാലാവസ്ഥാ മാറ്റം. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? (1973). പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷമാണ് 1973. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏത്? ഉത്തരം 1992. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം 1992. അടുത്തത്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. ഇതെവിടെയാണ്? റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ആ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെയാണ്. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകമേത്? ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകമേത്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആരൊക്കെ ഈ ക്ലാസ് കറക്റ്റായി ശ്രദ്ധിച്ചു എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.